ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മന്ത് റീഡിംഗ് ആണ്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. 1, 2. കുറച്ച് ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട്, ഡിവൈൻ മെസ്സേജസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് കുറച്ച് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഷഫിൾ ചെയ്ത്. പിന്നെ നമുക്ക് ടാരറ്റ് കാർഡ്സ് കൂടെ റീഡ് ചെയ്തിട്ട് അറിയാം. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. 1, 2. ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തേത് അവിടെ ഇരിക്കട്ടെ. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. മറന്നു പോകുന്നില്ല എന്ന് ഈയിടെ ചിലരൊക്കെ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുൻപായി എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി നന്ദി നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ്, അതാണ് നോക്കുന്നത്. ശുഭവാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ടു ഓഫ് വാൻഡ്സ്, Seven of Pentacles, Five of Wands, Justice, Knight of Wands, Ace of Wands, Three of Wands, Seven of Swords, ടെമ്പറൻസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ലേ, പെൻറ്റക്കിളിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അധ്വാനിച്ച് നിങ്ങൾ മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇതിവിടെ പറയുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ പെൻറ്റക്കിളിൻ്റെ എനർജി, പെൻറ്റക്കിൾ എർസൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. കണ്ടോ, ഇവിടെ പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് സൗഭാഗ്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സൗഭാഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രയത്നിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ മണി ഏൺ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ അങ്ങനെ പ്രയത്നിച്ചിട്ട് മണി ഏൺ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 6 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. മാറ്റം എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിൻ്റേതായ ഒരു മാറ്റമാണ്.
അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു സമയം കുറച്ചുകൂടി നല്ലതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് വാൺസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. വാൺസ് എന്ന് പറയുമ്പോൾ വാൺസ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നിൽപ്പാണ്. നോക്കി നിൽപ്പെന്ന് പറഞ്ഞാൽ ഒരു കാത്തിരിപ്പാണ്, ഒരു വെയിറ്റിങ്ങിലാണ് നിങ്ങൾ പലരും എന്ന് കാണുന്നുണ്ട്. എന്തിൻ്റെ വെയിറ്റിംഗ് ആണ്? ചിലപ്പോൾ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് ആയിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂസ് വരാനോ അല്ലെങ്കിൽ വിസ വരാനോ പാസ്പോർട്ട് വരാനോ എന്തിനോ വേണ്ടി, നല്ലൊരു മെസ്സേജ് വരാനോ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ വേണ്ടിയോ നിങ്ങൾ ചിലപ്പോൾ കാത്തു നിൽക്കുകയാവാം. അതേ ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നു. ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വിട്ടു പിരിഞ്ഞ് പോയിട്ടുള്ള പാർട്ട്ണർക്ക് വേണ്ടിയാവാം. ഇവിടെ വലിയ വലിയ ആവേശത്തോടു കൂടിയുള്ള കാത്തിരിപ്പാണ് എന്ന് കാണുന്നുണ്ട്. നീയാണ് എൻ്റെ ലോകം, എൻ്റെ വേൾഡ് കണ്ടില്ലേ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട്, നീ എൻ്റെ ലോകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തപസ്സരിക്കുകയാണ്. ഇവിടെ കാത്തിരിപ്പാണ്. അങ്ങനെയുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം അധ്വാനിച്ച് സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് പല കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, അത് വീട് വാങ്ങിക്കണോ, വാഹനം വാങ്ങിക്കണോ എന്നൊക്കെയുള്ള ചിന്തകളിലാണ്ടിരിക്കുന്നവർ ഉണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് നേടിയ പൈസ മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളിലേക്ക് വന്നിട്ടില്ല, അതിനുള്ള ഒരു കാത്തിരിപ്പും ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നില്ല, അതിനായിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയും ആവാം. കൊടുത്തതാണ് പക്ഷെ അത് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ, എന്താണ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ള ചിന്തയിലാണ്ട് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ആർഗ്യുമെൻസ് ആണ്, 5 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആർഗ്യുമെൻസ് ആണ്, ചിലപ്പോൾ ലവേഴ്സ് തമ്മിലുള്ളതാവാം, അല്ല എങ്കിൽ പാർട്ട്ണർ തമ്മിൽ, അവരെന്തെങ്കിലും ഫ്രണ്ട്സ് തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആവാം, എന്തെങ്കിലും കാര്യത്തിൽ വഴക്കിട്ട് പോകുന്ന എനർജി ആവാം. ഇവിടെ ചിലപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാവാം അതുവഴി, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഭൂമി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നമുണ്ടായിട്ട് പലരുമായിട്ട് ഇവിടെ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുവഴി കേസ് കോടതിയിൽ പോയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തിട്ട് കേസ് കോടതിയിലെത്താം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴി എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടാവാം, വാക്കുതർക്കങ്ങൾ നടക്കാം. അതുവഴി അല്ല ചിലപ്പോൾ കപ്പിൾസ് തമ്മിലിടയിലുള്ള പ്രശ്നവും ആയിരിക്കാം, ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കോടതി കേസുകളിൽ, ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളിൽ, മറ്റു ചില വഴക്കുകളിൽ ഒക്കെയും ഏത് പ്രശ്നത്തിലായാലും നിങ്ങളുടെ ഒരു കേസ് കോടതിയിലുണ്ടോ അവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നീതി ദേവത ഇവിടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ 9 ആണ് ഇവിടെ 11 ആണ്. അതായത് ജസ്റ്റിസ് കണ്ടില്ലേ? ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ മേജർ അർക്കാന കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. നിങ്ങൾ ഒരുപാട് പേർ നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് കാണുന്നുണ്ട്. എന്താണ്? ജസ്റ്റിസ് ലഭിക്കണം. മനസ്സിലായി? തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എങ്ങനെയോ അടിമപ്പെട്ടുപോയി, എങ്ങനെയോ ചതിയിലായിപ്പോയി, മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് ഫോഴ്സ് ചെലുത്തി നിങ്ങളെ ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് നിഷ്കളങ്കതയുണ്ട്. നിങ്ങളുടെ ഭാഗം സത്യസന്ധമായിട്ടാണോ മുൻപോട്ട് പോകുന്നത്? നിങ്ങളുടെ ഭാഗത്ത് കളങ്കമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കവിടെ നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നു, ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. എന്താണ് പിന്നെ വന്നിരിക്കുന്നത്? ഏസ് ഓഫ് വാൺസ് ആണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ ഒരു തുടക്കം ആയിട്ടുണ്ട്. എന്തിനോ വേണ്ടി, ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനായിരിക്കാം, ചില ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനായിരിക്കാം, എന്തൊക്കെയോ ചില സ്ഥാപനങ്ങളുടെ തുടക്കമാവാം, ചില ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്, ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളിവിടെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ വിവാഹ കാര്യമാവാം, ഏതൊരു കാര്യമായാലും നിങ്ങൾ എന്തിൻ്റെയോ ഒരു തുടക്കം ഇവിടെ കുറിച്ചിരിക്കുന്നു, ഒരു ആരംഭം നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നല്ല ഒരു സമയം നോക്കി അതിനി മുന്നോട്ട് പോയാൽ മാത്രം
മതി എന്നുള്ള ഒരു നിലപാടിലാണ് നിങ്ങളെന്ന് കാണുന്നു. ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളത് പറയേണ്ടതാണ്. കാരണം തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ഹാൻഡ്സാണ് നിങ്ങൾക്ക് ഈ ഒരു തുടക്കത്തിൽ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രോഗ്രസ്, ഈ ഒരു കരിയർ ലൈഫായാലും, ചിലപ്പോൾ ചില കരിയർ ലൈഫായിരിക്കും പുതിയ ജോലി കിട്ടിയിട്ട് പോകാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതായിരിക്കാം, പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം, എന്തോ ചില പാർട്ടികൾ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചില പാർട്ടികൾ പങ്കെടുക്കാൻ പോകുന്നതുമായിരിക്കാം, എന്തിൻ്റെയോ തുടക്കമാവാം. ഇവിടെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടെന്നാണ് തീർച്ചയായും ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആക്ഷൻ എടുക്കുന്നുണ്ട്. ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ആരോ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെയുള്ളത്. അതും വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടിയും വളരെയധികം ആവേശത്തോടു കൂടിയും നിങ്ങളെ കാണാൻ ആരോ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അത് വളരെ സ്പീഡിലാണ് ആ ആക്ഷൻ എടുക്കുന്നത്, വളരെ സ്പീഡിലാണ് അത് നിങ്ങളിലേക്ക് വരുന്നത് എന്നും കാണുന്നു. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് വരുന്നതാവാം, വിളി വരുന്നതാവാം, വിളിക്കുന്നതുമാകാം. ഇവിടെ 3 ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദൂരദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള കാത്തുനിൽപ്പാവാം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തയ്യാറെടുത്ത് വെച്ച് അതിലേക്ക് നിങ്ങൾ തീരുമാനമെടുത്ത് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, അതിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടെയും 7 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് സോഡ് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയാണ് എന്ന് പറയാം. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് വിജയിക്കണം. അതിനായിട്ട് എന്ത് തരത്തിലുള്ള പരിപാടി നിങ്ങൾ ഒപ്പിച്ച് വയ്ക്കും, അതാണ് പല കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മറ്റു പലരുടെയും ചീറ്റിംഗ് എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോകാനോ നിങ്ങളുടെ അടുത്തുകൂടി നിങ്ങളെ പരാജയപ്പെടുത്തുന്ന എനർജിയും ആകാം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. വളരെയധികം ബുദ്ധിപൂർവ്വമാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്, ഈ ഒരു പരിപാടി നടത്തുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളാവാം, നിങ്ങളിൽ ആരെങ്കിലും ആകാം, അല്ല എങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന എനർജിയും ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഏത് വിധത്തിലും ആവാം. ചിലപ്പോൾ സാമ്പത്തികമാവാം, ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ആവാം ഒരു ചീറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ എവിടെ നിന്നായാലും ഒരു ചീറ്റിംഗ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് മേജർ അർക്കാനയാണ്. ഇവിടെ ജസ്റ്റിസും ടെമ്പറൻസും കണ്ടില്ലേ? ഇവിടെ വളരെയധികം നിങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് വരാൻ പോകുന്നത്. സന്തോഷം അനുഭവിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെയും അതുതന്നെയാണ്, നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് വരുന്ന എനർജിയാണ്. ജീവിതം തന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ, മുന്നോട്ട് സന്തോഷത്തോടുകൂടി പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക. ഏത് കാര്യത്തിലും സ്നേഹം കണ്ടില്ല, സ്നേഹം പങ്കിടുക. അങ്ങനെ ഏത് കാര്യത്തിലും കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഓപ്പോസിറ്റായി നെഗറ്റീവായുമുള്ള ആൾക്കാരെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ധാരാളമായി അനുഗ്രഹം വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ എന്ന് കാണുന്നുണ്ട്. കാരണം വളരെയധികം പ്യുവറായിട്ടുള്ള സോളാണ്. വളരെ സിൻസിയറായിട്ട് നിങ്ങളോട് സഹകരിക്കുന്നു എന്ന് ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇവിടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുപോലെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ അടുത്തുകൂടുന്ന ഒരു എനർജിയുണ്ട്. റീകൺസിലേഷൻ നടക്കുന്ന, റീയൂണിയൻ നടക്കുന്ന ഒരു എനർജി. മുന്നോട്ട് ഏത് വിധത്തിലും സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ പൈലല്ലേ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ദ ടൈം ഈസ് റൈറ്റ്. കണ്ട ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ കാര്യമാണ്. ദ ടൈം ഈസ് റൈറ്റ്. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളിലേക്ക് ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേലിൻ്റെ ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നു എന്ന് അല്ലേ. ഇവിടെയും അത് തന്നെയാണ്. കണ്ടില്ലേ 11 എന്നുള്ള നമ്പർ ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഇവിടെയും. ദ ടൈം ഈസ് റൈറ്റ്. ദ ടൈം ഈസ് റൈറ്റ്. നിങ്ങളുടെ സമയം ശരിയാണ്. നിങ്ങളിപ്പോൾ ശരിയായ പാതയിലൂടെയാണ് പോകുന്നത്. നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സീസ് ദ ഡേ ആൻഡ് മേക്ക് പ്രോഗ്രസ് ഓൺ യുവർ സോൾ പാത്ത്. നിങ്ങളെന്താണ് നിങ്ങളുടെ ദിവസത്തിൽ മുഴുകിയിരിക്കുക. എന്നിട്ട് എന്താണ് പ്രോഗ്രസ് ഓൺ യുവർ സോൾ പാത്ത്. നിങ്ങളുടെ സോളിൻ്റെ വഴിയെ നിങ്ങൾ പോവുക. അവിടെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾ സോളിന് വേണ്ടി മാത്രം നിങ്ങൾ അതിന് സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു വേയിലൂടെ നിങ്ങൾ പോവുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സമയം നല്ലതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല പാതയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. കാരണം ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഇവിടെ ടെമ്പറൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല പാതയിലൂടെ നിങ്ങൾ പോകുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. എ മെസ്സേജ് ഈസ് ട്രൈയിങ് ടു റീച്ച് യു. നിങ്ങളിലേക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വരും. താമസിയാതെ തന്നെ നിങ്ങളിലേക്കൊരു മെസ്സേജ് വരും. വിജിലൻ്റ് ദ സ്പിരിറ്റ് വേൾഡ് വിഷസ് ടു ഫൈൻഡ് ആൻഡ് ടച്ച് യു. നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ടല്ലോ, അവർ നിങ്ങളിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാനും നിങ്ങളെ അനുഗ്രഹിക്കാനും തയ്യാറായിരിക്കുന്നു. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് വരാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് കാണുന്നു. ഇവിടെ എ ലൈറ്റ് ഫിൽഡ് ഏഞ്ചൽ ഈസ് അറ്റ് യുവർ സൈഡ്. ഇറ്റ് വാച്ചസ് ഓവർ യു അറ്റ് എവരി ഡാർക്ക് ദൂരവേ. അപ്പോൾ ഇവിടെ എ ലൈറ്റ് ഫിൽഡ് ഏഞ്ചൽ. അപ്പോൾ ഇവിടെ എ ലൈറ്റ് ഫിൽഡ് ഏഞ്ചൽ എന്താണ്? പ്രകാശം നിറച്ചുകൊണ്ട് ഒരു ഏഞ്ചൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാനായിട്ട്. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ദൂരെ പോകുന്നതാണ് അല്ലെങ്കിൽ ദൂരെ കളയാനുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ബാക്കിയുള്ളത് നോക്കാതെ. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഒരു സമയമാണ്. കാരണം ഇവിടെ ഈ ജസ്റ്റിസും വന്നിട്ടുണ്ട്, ടെമ്പറൻസും വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ നല്ല ഒരു സമയമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഏഞ്ചൽസിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെയൊക്കെ ഉണരുമ്പോൾ നിങ്ങൾക്ക് ആർക്കേഞ്ചൽമാരെ വിളിക്കാവുന്നതാണ്. 3 തവണ അവരുടെ പേര് ചൊല്ലി വിളിക്കാം. ആർക്കേഞ്ചൽ മിഖായേൽ, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കേൽ, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ റാഫേൽ, ആർക്കേഞ്ചൽ ഒറിയേൽ, ആർക്കേഞ്ചൽ ശാമുവേൽ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകൾ 3 തവണ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറയാവുന്നതാണ്. നിങ്ങളെ സുഖപ്പെടുത്തും, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും, നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരും, നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളെ തരും. ഈ ഏഞ്ചൽസ് നിങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി 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 3 തവണ നന്ദി പറയാവുന്നതാണ്. ഐ ലവ് യു എന്ന് പറയാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ എന്ത് കാര്യമുണ്ടോ നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാവുന്നതാണ്, അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്ന കാര്യം ഉള്ളതാണ്, സത്യമാണിത് കേട്ടോ. നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, ഇതെല്ലാം ഉള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളിത് വിശ്വാസം അല്ല വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത് കേട്ടല്ലോ. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് ആൻസർ കൊണ്ടുതരുന്നത്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട്. മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു. അതുപോലെ എന്താണ് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കാൻ പോകുന്നത്? ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അവസരങ്ങൾ വേണമല്ലോ, അവസരങ്ങളില്ലാത്ത ജീവിതം എന്താണ് അല്ലേ? അപ്പോൾ അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. അതുവഴി അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അബണ്ടൻസിലേക്ക് പോകുകയാണ് നിങ്ങൾ അബണ്ടൻ്റ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ്. പിന്നെ
ഇനി നിങ്ങൾക്ക് എന്താണ് ഇന്നർ പീസ് ലഭിക്കാൻ പോകുന്നത്. ഇന്നർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആന്തരികമായ സമാധാനം. ആന്തരികമായ സമാധാനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് മേജർ അർക്കാന. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റിസ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ഈ 2 കാർഡ്സ് ധാരാളം മതിയാവും നിങ്ങളിലേക്ക് ആന്തരികമായ സമാധാനം ലഭിക്കാൻ. അത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആക്ഷൻ എടുത്തോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നിട്ടിറങ്ങണം. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, എന്തോ കാര്യത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു, ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്, ഒരു കാര്യത്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി, അല്ല എങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിന് വേണ്ടിയോ ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ തുടക്കം കുറിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുന്നതാണ്. മടിച്ചു നിൽക്കണ്ട. ഇത്രമാത്രം അനുഗ്രഹം നിങ്ങളിലുള്ളപ്പോൾ, നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കുമ്പോൾ നിങ്ങൾക്കത് തുടങ്ങാവുന്നതാണ്. അതുപോലെ വണ്ടേഴ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. എന്താണ് വണ്ടേഴ്സ്? അതിശയങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്നത് എന്താണ്? പിന്നീട് നിങ്ങൾക്ക് തന്നെ അതിശയം തരുന്ന ചില കാര്യങ്ങൾ. അതായത് ഇവിടെ അമത്തിസ്റ്റ് സ്റ്റോണാണ്, ക്രിസ്റ്റലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അമത്തിസ്റ്റിൻ്റെ, അതായത് ഇവിടെ ഈ കളർ കണ്ടില്ലേ, ഇത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ ഒരു ആക്ടിവേഷൻ വരുന്നുണ്ട്. ഇരുപുരുകങ്ങൾക്കും മധ്യത്തിലായിട്ടുള്ള തേർഡ് ഐ ചക്ര ഇത് കാണിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് അതിശയത്തെ തരുന്നതാണ് ഈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഈ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ, അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, അതിശയമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു പർപ്പിൾ കളറാണ്, കണ്ടില്ലേ? അമത്തിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോണിന് പർപ്പിൾ കളറാണ്. അപ്പോൾ ഇതാണ്, ഈ ഒരു സ്റ്റോണാണ് നിങ്ങൾക്ക് ഐശ്വര്യത്തെ തരുന്നതാണ്. അത് നിങ്ങളിലേക്ക് പലർക്കും അതിശയങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ഗോയിങ് ഫോർവേഡ്, അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. മുന്നോട്ട് വെളിച്ചം കാണുന്നുണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്തോറും വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ പ്രയത്നിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് ചുവട് വെച്ച് പോയിക്കോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഗോയിങ് ഫോർവേഡ്, മുന്നോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഏത് കാര്യത്തിലായാലും ലവ്, നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട്, പ്രണയം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. പുതിയ പ്രണയത്തിൻ്റെ തുടക്കമാവാം, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് എന്ന് ഇവിടെ കാണുന്നു, കണ്ടില്ലേ? അതുപോലെ സോളിറ്റ്യൂഡ്, നിങ്ങളുടെ ഏകാന്തത അവസാനിപ്പിക്കാറായി. പലരും ഏകാന്തവാസത്തിലാണ്. കാരണം എന്താണ്? ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം. പല കാര്യങ്ങളിലും ഒരുപാട് ദുഃഖം അനുഭവിച്ച് ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെളിയിലായാലും എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരോട് മിണ്ടാതെ സംസാരിക്കാതെ ദുഃഖം അഭിനയിച്ച് അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ചിരിക്കുക. മനസ്സിലായില്ലേ? ഇനി ആ ഏകാന്തത വേണ്ട, നിങ്ങൾക്ക് അത് വെടിഞ്ഞോളൂ. അതിലൂടെ നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൊർഗിവ്നെസ് പറയാവുന്നതാണ്. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തോട് നിങ്ങൾ മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്ക്, പാപകർമ്മങ്ങൾക്ക്, കർമ്മം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുവഴിയാണല്ലോ നിങ്ങൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നത്, അല്ലേ? അതിനായിട്ട് നിങ്ങൾക്ക് ഫൊർഗിവ്നെസ് പറയാവുന്നതാണ്, മാപ്പപേക്ഷ നടത്താവുന്നതാണ് ദൈവത്തോട്, യൂണിവേഴ്സിനോട്. എന്താണ് മാപ്പപേക്ഷ നടത്തേണ്ടത്? ഇവിടെ മാപ്പപേക്ഷ നടത്തേണ്ടത് എന്താണ്? പവർഫുള്ളായിട്ടുള്ള 4 വേർഡ്സാണ്. ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ നിങ്ങൾക്ക് പലതവണ പറയാവുന്നതാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ 11 തവണ, ഉച്ചയ്ക്കൊരു 11 തവണ, വൈകിട്ടൊരു 11 തവണ, ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21 ദിവസമൊക്കെ നിങ്ങളിത് സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കേട്ടല്ലോ? അപ്പോൾ എല്ലാവരും ഫൊർഗിവ്നെസ് പറയുക. ഇനി കൃഷ്ണ ഒറക്കിൾസാണ് ഇത്. കൃഷ്ണൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സ്റ്റേ കണക്റ്റഡ് വിത്തിൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് കണക്റ്റ് ചെയ്യൂ. മനസ്സിലായില്ല? നിങ്ങൾ പുറത്തല്ല നോക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്, നിങ്ങളെയാണ് കാണേണ്ടത്, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെയാണ് ജ്വലിപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. കണക്ട് ചെയ്ത് ദ ഡിവൈൻ ഇൻ യു, നിങ്ങളിലുള്ള ഡിവൈനിലേക്ക്, ദൈവികതയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവൂ. സിറ്റ് ക്വൈറ്റ്ലി, ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ്, യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ട്രബിളിങ് ക്വസ്റ്റ്യൻസ്. കണ്ടില്ലേ? എന്നിട്ട് ഒരിടത്തിരിക്കൂ, ഇരുന്നിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ, കാം ആൻഡ് ക്വൈറ്റായിട്ടിരിക്കൂ, ശാന്തമായിരിക്കൂ. എന്നിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് നോക്കൂ, അവിടെ നിങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളുണ്ട്.
അങ്ങനെ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും, നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു അല്ലേ, അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ളിലേക്ക് നോക്കൂ, പുറമേ ഉള്ളതൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിലാണ് പ്രകാശമുള്ളത്, അതിന് ദൈവികതയുള്ളത് നിങ്ങളുടെ ഉള്ളിലാണ്. അതിനെ കണ്ടെത്തൂ, പരിപോഷിപ്പിക്കൂ എന്നാണ്. എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ്റെ മെസ്സേജ്. മേക്ക് ദ റൈറ്റ് ചോയ്സ്, ബി ഹംബിൾ ഇൻ ആൾ യു ഡു, വാനിറ്റി ബ്രീഡ്സ് സിക്നെസ്, മേക്ക് ദ റൈറ്റ് ചോയ്സ്. ഇവിടെ എന്താണ് പറയുന്നത്? വാനിറ്റി മേക്ക് സിക്നെസ്. നിങ്ങൾ വിനയമുള്ളവരാകൂ. ഞാനൊരു ലൈക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടാവുന്നതാണ്. പലരും വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങ് പോവുകയാണ്. കാരണം എന്താണ്? നിങ്ങളുടെ ഉള്ളിലെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ ചിലരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങളൊന്ന് വിനയമുള്ളവരാകൂ. മനസ്സിലായില്ലേ? എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സോളാണ് എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്ത് പ്രത്യേകതയാണ്? നമ്മളെല്ലാം സമന്മാരാണ്. അങ്ങനെയുള്ളൊരു ബോധം കൊണ്ടുവരിക. പൊങ്ങച്ചമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് നമുക്ക് അപകടത്തെ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിനയമുള്ളവരാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു താങ്ക് യു പറയാൻ മടിക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് അത് പറയണം തീർച്ചയായിട്ടും. ഫൊർഗീവ്നെസ് അത് പറയുക, അതാണ് പറയുന്നത് ഇവിടെ. ടൈം ടു മൂവ് ഓൺ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇതൊക്കെ കേട്ടില്ലേ, കണ്ടില്ലേ? അപ്പോൾ ഇതുവഴി ചില കാര്യങ്ങളൊക്കെ പലർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു. ഫോളോ ദ പാത്ത് ഡിസ്റ്റൈൻഡ് ഫോർ യു, മൂവ് ഓൺ, ഡു നോട്ട് സ്റ്റോപ്പ് ഓർ ലുക്ക് ബാക്ക്, ദ ഡിസൈഡ് ചേഞ്ച് വിൽ കം. കണ്ടില്ലേ? നിങ്ങൾ മുന്നോട്ട് പോകൂ, ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട. നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങളിലേക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഇവ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുസരിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധരാണോ? നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ. കണ്ടില്ലേ? ഇവിടെ എന്താണ്? നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തെ ജ്വലിപ്പിക്കുക, അതാണ് പറയുന്നത്. നിങ്ങൾക്കുള്ളിലൊരു പ്രകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ സോളിനെ കണ്ടെത്തൂ, സോളിനെ ജ്വലിപ്പിക്കൂ, സോളിന് പ്രകാശം കൊടുക്കൂ, സന്തോഷിപ്പിക്കൂ. ഇന്നർ ബ്യൂട്ടി ഈസ് കമൻഡബിൾ ആൻഡ് ബ്രിങ്സ് ലവ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ട്രൂ ബ്യൂട്ടി ലൈസ് ഇൻ ദ സോൾ. യഥാർത്ഥത്തിലുള്ള ബ്യൂട്ടി, സൗന്ദര്യം എവിടെയാണ്? നമ്മൾ എപ്പോഴും പറയും നമ്മുടെ പുറത്ത് കാണുന്നതല്ല സൗന്ദര്യം, അല്ലേ? അകത്താണ് സൗന്ദര്യം ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് കാണേണ്ടത്, മനസ്സിൻ്റെ സൗന്ദര്യത്തെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് പറയാം. പക്ഷെ ആരെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. പുറമേയുള്ള സൗന്ദര്യത്തിലാണ് എല്ലാവരും ആകൃഷ്ടരാകുന്നത്. പക്ഷേ ആ സോളിന് സൗന്ദര്യമുണ്ട്, അതിന് ആണ് കാണേണ്ടത്. അതുവഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇനി നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനോ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനോ ഒന്നും ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നിങ്ങളിവിടെ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരുന്നല്ലോ, നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ഫസ്റ്റ് തന്നെ 3 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ദ ഹെർമിറ്റ്, the magician, king of wands, the queen of pentacles, the king of swords, the high priestess, the fool,
ക്യൂൻ ഓഫ് കപ്സ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. കണ്ടോ, ഇവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? സ്നേഹമുണ്ട്, പക്ഷേ അതില്ല എന്ന് തെറ്റിദ്ധരിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നു, ഒരുപാട് നെഗറ്റീവ് അടിച്ച് നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിഞ്ഞുകൂടാ, ഒരുപാട് ദുഃഖം അനുഭവിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട്. അത്തരം ഒരവസ്ഥയിലിരിക്കുന്ന ചിലരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുതന്നെയാണ്, കണ്ടില്ലേ, 3 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് പേരിവിടെ ഹൃദയപരമായി മുറിപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ, മറ്റുള്ളവരുടെ കുത്തേറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ ഒരു ഹൃദയം മുറിപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കാണുന്നു. അതുവഴി ഇവിടെ ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാം. നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിലേക്ക് ചിലപ്പോൾ ആരെങ്കിലും ഇടയ്ക്ക് കയറി വരാം, അവിടുത്തെ ആ സന്തോഷം നശിപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ 3 ഓഫ് സോഡ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അസുഖകരമായ അവസ്ഥയിലാവാം. മനസ്സിലായില്ലേ? അനാരോഗ്യകരമായ അവസ്ഥയിലാവാം, ചിലപ്പോൾ തലവേദനയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖം അനുഭവിക്കുന്നവരുടെ എനർജിയും ആവാം. 3 ഓഫ് സോഡ് എന്ന് പറയും. സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അങ്ങനെ ഒരു എനർജിയാണ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ ദ ഹെർമിറ്റാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട്, അതുവഴിയാവണം ഈ ഒരു അവസ്ഥ വന്നത് എന്ന് കാണുന്നു. ഒരുപാട് വിഷമം ഇവിടെ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ഒറ്റപ്പെട്ട ഒരവസ്ഥ ഇവിടെ. അതായത് ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ മേജർ അർഖാനയാണ് ഹെർമിറ്റ് എനർജി. ഇവിടെ 2-3 മേജർ അർഖാന കാർഡ്സൊക്കെ വന്നിട്ടുണ്ട്. ഹെർമിറ്റ്, ദ മജീഷ്യൻ, ഇവിടെ അതുപോലെ തന്നെ ദ ഫൂൾ വന്നിട്ടുണ്ട്, ദ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് ഇതൊക്കെ. ഇവിടെ പലരും ചിലപ്പോൾ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാകാം, അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ചിലരൊക്കെ ഇപ്പോൾ മെഡിറ്റേഷൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരവസ്ഥയാകാം. അല്ല എങ്കിൽ ചിലപ്പോൾ രാമായണം വായിച്ചിട്ടോ അല്ലെങ്കിൽ ഭാഗവതം അങ്ങനെ എന്തെങ്കിലും പുരാണ പാരായണം നടത്തിയോ ഒക്കെയും ഒറ്റയ്ക്കിരിക്കാനും ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്നും വേർപെട്ട് ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹവും ഇവിടെ കാണാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒന്ന് പിണങ്ങിയിട്ട് മാറിയിരിക്കുന്ന അവസ്ഥ, സന്യാസ മൂഡിലാണ്, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പലരും ചില ആൾക്കാരുടെ എനർജി അങ്ങനെയാണെന്ന് കാണാം. അതെന്താണ്? സ്വന്തം ഉള്ളിലെ പ്രകാശത്തിലൂടെ മാത്രം, മറ്റുള്ളവരുടെ പ്രകാശം ഒന്നും ഏറ്റെടുക്കുന്നില്ല, മറ്റുള്ളവരിൽ നിന്നും ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല, സ്വന്തം ഉള്ളിലെ പ്രകാശമാണ്. അതായത് മെഡിറ്റേഷൻ ചെയ്ത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് നിങ്ങളെന്നും കാണുന്നത്. നിങ്ങളിൽ പലർക്കും അത്തരം കഴിവുകളുള്ളവരാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ദ മജീഷ്യൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരികയാണ്, സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം. അതുപോലെയുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം വളരെ സമൃദ്ധമായ നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്ന ഒരു പോസിറ്റീവ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ലൈഫിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ പലർക്കും. മനസ്സിലായല്ലോ? ഒരു തുടക്കമെന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്തൊരു ജോലിയിലേക്ക് പോവുകയാവാം. ഏത് കാര്യത്തിനായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടൊരു ലൈഫിനെ നയിക്കുന്ന ഒരു എനർജി, പുതിയൊരു തുടക്കം. അല്ല, ചിലപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നതാവാം. അവിടെ ഹാർഡ് വർക്ക് ചെയ്യാതെ ഇനി ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുമുള്ള ഒരു എനർജി ഇവിടെയുണ്ട്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇവിടെ ഫലപ്രദമാകുന്നു എന്നാണ് കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്ന് നിറയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളം. കണ്ടില്ലേ? ഈ ഒരു ബ്ലെസ്സിങ്സ് ഇൻഫിനിറ്റി സിമ്പൽ കണ്ടില്ലേ ഇവിടെ? ഈ ഒരു ബ്ലെസ്സിങ് ധാരാളമായി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയമാണ് ഇവിടെ സിദ്ധിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ പ്രണയപരമായ കാര്യം, വിവാഹത്തിലേക്ക് പോകുന്നത്, ഇഷ്ടമുള്ള വ്യക്തികളെ വിവാഹം കഴിക്കുന്നത്, നിഷ്കളങ്കമായ പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള എനർജി ആവാം. അത് ചിലപ്പോൾ ചില ജോലികൾ കിട്ടുന്ന എനർജിയുമാവാം. ഏതായാലും പുതിയ തുടക്കങ്ങൾക്ക് ഇവിടെ നിങ്ങൾ വിധേയരാകുന്നു, തുടക്കത്തിലേക്ക് പോകുന്നു നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഓഫ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ്.
നല്ലൊരു പദവിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ പുതിയ ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നല്ലൊരു പ്രോഗ്രസ് ലഭിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങളെ മറ്റുള്ളവർ സേവിക്കാൻ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് ഈഗോയൊക്കെ ഇവിടെ കാണിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഈഗോ കളയണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് പേർ വന്നു ചേരുന്നവരെന്താണ് ഒരു കാര്യം നിങ്ങളോട് പറയാതെ പിന്തിരിഞ്ഞു പോകുന്ന എനർജിയുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് എന്നും കാണുന്നുണ്ട്. അതുവഴിയാണ് നിങ്ങൾക്കൊരു ഈഗോ ഉള്ളത് എന്നും ഇവിടെ പറയാൻ സാധിക്കും. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. പലരും പുതിയ ഒരു ജോലിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ വീട്ടിലിരുന്നാലും കയ്യിൽ സാമ്പത്തികം വരുന്ന എനർജിയാണ്. ഫിനാൻസ് പരമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ പുതിയ ജോലി തുടങ്ങുന്നുണ്ട് പലരും. അതിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തുകയാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം. അതിലൂടെ സക്സസ് നേടുന്നു, അതിലൂടെ മണി ഏൺ ചെയ്യുന്നു, അതുവഴി സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നു. വീട്ടിലെ മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടില്ലാതെ സാമ്പത്തിക കാര്യങ്ങൾ ഭദ്രമാക്കി കൊടുക്കുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ എന്താണ് ഒരുപാട് ചിന്തിച്ച് നല്ല ബുദ്ധിയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാത്ത ചില ആൾക്കാരുടെ എനർജിയാണ്. അതായത് വെട്ടൊന്ന് മുറി രണ്ട്. മനസ്സിലായില്ലേ? ഉറച്ച തീരുമാനമാണ്, മനസ്സ് ചഞ്ചലമല്ല. അങ്ങനെയുള്ള ചിലരുടെ എനർജിയാണ്. അതുപോലെ ബുദ്ധിപരമായ പല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നു. ചിലപ്പോൾ പഠിക്കാനാവാം, ജോലിയിലേക്കാവാം, പുതിയ കോഴ്സിന് വേണ്ടിയുള്ള പോക്കായിരിക്കാം. ഏത് കാര്യത്തിലും ചിലപ്പോൾ ചില ഫ്ലൈറ്റ് യാത്രകളാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ ഒരുപാട് സ്റ്റേണായിട്ട് നിൽക്കുന്ന ഒരു എനർജി. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. അതുവഴി നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു പദവിയിലേക്ക് നീങ്ങുന്ന, ഒരു കിങ്ങിൻ്റെ പദവിയിലേക്ക് നീങ്ങുന്ന ഒരു സമയം നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങളിൽ നല്ലതേത് മോശമേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക്. ദൈവാനുഗ്രഹം നല്ലതുപോലെയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ എന്താണ്, മറ്റുള്ളവരോട് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നില്ല. അത് നല്ല പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരേതാണ്, നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നവരാരാണ്, ഇത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കും അതുപോലെയുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. എന്താണ് സംസാരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കാം മറ്റുള്ളവരുടെ മുഖം കറുത്തു പോകുന്നത്, അല്ലേ? അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് പോരുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും ഒക്കെയും നിങ്ങളിൽ കുറച്ച് രഹസ്യങ്ങളുണ്ട്, നിഗൂഢ രഹസ്യങ്ങൾ ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നു. പല ആൾക്കാരും ഈ ഫയൽ സെലക്ട് ചെയ്തവരിൽ ചിലരൊക്കെ എങ്ങനെയാണെന്ന് കാണുന്നുണ്ട്. നല്ല ദൈവാനുഗ്രഹം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ആൾക്കാരെ മനസ്സിലാക്കും, അങ്ങനെ പെരുമാറും. ആരെങ്കിലും സാമ്പത്തികമൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവരുടെയും കൂടെ എടുത്തിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല. ഒന്നുകിൽ യെസ് ഓർ നോ പറയാനറിയാം. കയ്യിൽ വെച്ചിട്ടായാലും ചിലപ്പോൾ ഇല്ല, എൻ്റെ കയ്യിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ, കൊടുത്തിട്ടല്ലേ പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ അറിയാവുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഫൂളാണ്, വീണ്ടും പുതിയൊരു തുടക്കം, മജീഷ്യനെ പോലെ തന്നെ പുതിയൊരു തുടക്കത്തിലേക്ക്. കണ്ടില്ലേ? വളരെയധികം നല്ല ഒരു തുടക്കമാണ് ഇവിടെ കാണുന്നത്. അതായത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ട് അവേക്കണിങ് ഉണ്ടായിട്ട്, സ്പിരിച്വലി അവേക്കണിങ് ഉണ്ടായിട്ട് പോവുകയാണ്. എങ്ങനെ? യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത്, ദൈവത്തിൽ വിശ്വസിച്ച്, യൂണിവേഴ്സിലൊരു വിശ്വാസം കൊടുത്തുകൊണ്ട് എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജി, അത് പുതിയൊരു തുടക്കമാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. ക്യൂൻ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത്. പലർക്കും പല കാര്യങ്ങൾക്കും വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. സ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ പ്രണയത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ
ഉണ്ട്. പലരും അങ്ങനെ ഉണ്ടാവാമല്ലോ. പിരിഞ്ഞു പോയവർക്ക് വേണ്ടി അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി ഫോർഗിവ്നെസ് പറഞ്ഞിരിക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിളിൻ്റെ സഫലത, സാമ്പത്തികം നല്ലതുപോലെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് പോയി മണി ഏൺ ചെയ്യാൻ, പുതിയ പുതിയ ഷോപ്പുകൾ തുടങ്ങാൻ, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്, വിവാഹം നടക്കാനുള്ളത്, എന്തിനും വാഹനം വാങ്ങിക്കാനുള്ള എനർജി, വീട് വാങ്ങിക്കാനുള്ള എനർജി, ഒരുപാട് കാര്യങ്ങളിൽ പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പിരിഞ്ഞ് പോയവർ തിരിച്ചു വന്നിരിക്കുന്നു, റീയൂണിയൻ സംഭവിക്കുന്നു, റീകൺസിലേഷൻ, അങ്ങനെ ഏതുകൊണ്ടും ഇവിടെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ്, സാമ്പത്തികത്തിൻ്റെ എനർജി, സമ്പത്ത് വന്നു ചേരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ്. കണ്ടില്ലേ, നിങ്ങളിൽ എല്ലാവർക്കും പൊതുവെ മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രയോജനപ്പെടുത്തേണ്ടതായ ഒരു കാര്യമാണ്. എന്താണ്? റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ്. നിങ്ങളിൽ എല്ലാവരിലും ഉള്ളതാണ് എനർജി, ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഈ ക്രിയേറ്റീവ് എനർജി എവിടെയാണ്? ഇത് മജീഷ്യൻ്റെ ലൈഫിലാണ് കൂടുതലായിട്ടും കാണുന്നത്. കണ്ടില്ലേ, മജീഷ്യനാണ് ക്രിയേറ്റീവ് എനർജിയെ കൂടുതലായിട്ട് പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ആൾ. അപ്പോൾ എന്താണ് ഉള്ളിലുള്ളത്? എന്ത് കഴിവുണ്ടോ അതിനെ ബിൽഡപ്പ് ചെയ്യുക. ഓരോരുത്തർക്കുമുണ്ട് ഓരോ ക്രിയേറ്റീവ് പവർ, എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്തവരാരുമില്ല. പലരും മടി പിടിച്ച് കിടക്കുകയാണ് അതിനെ കണ്ടെത്താതെ, അതിനെ മനസ്സിലാക്കാതെ മടി പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം പ്രയത്നിക്കാൻ വയ്യ. ഇവിടെ പ്രയത്നിക്കൂ എന്നാണല്ലോ മജീഷ്യൻ പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്യൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അതിനെ പ്രകാശിപ്പിക്കൂ. ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾ പ്രകാശിപ്പിച്ച് കൊണ്ടുവരൂ. നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട് നല്ല ഒരു കഴിവ്. അതിനെ നിങ്ങൾ പ്രകാശിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ്. അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയും. നല്ല പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയും. പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട്, പെയിൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, ഹാർമോണിയം വായിക്കാൻ, അതുപോലെ തന്നെ ഏതിനും കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് ബിൽഡപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി, നിങ്ങളുടെ ലൈഫിൽ പ്രകാശം നിറയും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ, ഡു നോട്ട് അലോ എനി വൺ ഓർ എനിത്തിങ് ടു സ്റ്റോപ്പ് യു. ഇവിടെ പറയുന്നത് എന്താണ്? ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ. നിങ്ങളുടെ സോളിൻ്റെ വഴിയെ പോവുക, അതിനെ പിന്തുടരുക. നിങ്ങളുടെ സോൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതിനെ പിന്തുടരുക. നിങ്ങളുടെ ഉൾവിളികളുണ്ടല്ലോ, അത് കേൾക്കാൻ കഴിയും നിങ്ങൾക്ക്, അതിലൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ ആർക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ തടയാനായിട്ട് ആരും വരില്ല. അതാണ് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ ആരും നിങ്ങളെ തടയാൻ സമ്മതിക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ സന്തോഷം കണ്ടെത്തി അത് പറയുന്ന വഴിയെ പോവുക, മറ്റുള്ളവരെ തടയാൻ അനുവദിക്കാതിരിക്കുക. അതാണ് പറയുന്നത്. അതുപോലെ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ്. നിങ്ങളിലേക്ക് സംതിങ് എൻറ്റയർലി ന്യൂ അവൈറ്റ്സ് യു. ഇവിടെ ആരോ നിങ്ങളിലേക്ക് പുതിയ ഒരു ന്യൂസ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവാം. അത് നിങ്ങളിലേക്ക് വരുന്ന വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ്. ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഫയൽ ചൂസ് ചെയ്തിരിക്കുന്ന ആരിലേക്കോ ഒരു സർപ്രൈസ് വരുന്നുണ്ട്. അത് സ്വീകരിക്കുക. ഇനി അബണ്ടൻസ് ആണ് ഏഞ്ചൽസ് കൊണ്ടുവരുന്നത്. എന്താണ് അബണ്ടൻസ്? സമൃദ്ധി കൊണ്ടുവരുന്നുണ്ട് ഏഞ്ചൽസ്. കണ്ടില്ലേ, ഇവിടെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങൾക്ക് അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ധാരാളം സാമ്പത്തികത്തിൻ്റെ എനർജി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളിലെ നല്ല എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഇനി അതിനായിട്ട് ഈ ഒരു സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി അറിവ് നേടേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നേടൂ, ആ ഒരു അറിവ് നേടൂ. അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ ഫൊർഗീവ്നെസ് പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ ഫൊർഗീവ്നെസ് പറയേണ്ടവരാണ്, മാപ്പപേക്ഷ നടത്തേണ്ടവരാണ്. ഡിവൈനോട്, ഏഞ്ചൽസിനോട് മാപ്പപേക്ഷ നടത്തുക. ഐ ആം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള 4 വേർഡ്സാണിത്. നിങ്ങളുടെ കർമ്മ ഒടുങ്ങണമെങ്കിൽ നിങ്ങളിത് പറഞ്ഞേ മതിയാവൂ. മനസ്സിലായില്ലേ? മാപ്പപേക്ഷ നടത്തണം.
ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇതൊക്കെയാണ് നിങ്ങളുടെ കണ്ണ് ഒടുങ്ങാനുള്ള എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങൾ. രാവിലെ 11, ഉച്ചയ്ക്ക് 11, വൈകിട്ട് 11 തവണ വീതം 21 ദിവസം അടുപ്പിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പറയൂ, ഫർഗിവ്നെസ് ചെയ്യൂ എന്നാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ്. ഇനി ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു നേതൃത്വം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് നല്ല പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ നിറച്ച് കാണുമല്ലോ. എന്തെങ്കിലുമൊക്കെ അനുസരിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന് നിങ്ങളിപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ വഴിയെ പോകും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു നേതൃത്വ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. സമൂഹത്തിലൊക്കെ എന്താണ് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് അറിവ് വരുമ്പോൾ, അല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ അറിവ് വരിക, സോളിൻ്റെ ഉയർച്ച കാണുക, അല്ലെങ്കിൽ അതിനെ ഉണർത്തിയെടുക്കുക, അങ്ങനെയൊക്കെ ഹാപ്പിനെസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പല വിധത്തിലുള്ള ഉയർച്ച നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കും. നേതൃത്വ സ്ഥാനം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അതുവഴി കണ്ടില്ലേ, മിറക്കിൾസാണ് സംഭവിക്കാൻ പോകുന്ന, അതിശയങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കും. ഈ കാര്യങ്ങളൊക്കെ ഫർഗീവ്നെസ്സൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, നല്ല ഒരു ഉയർച്ച വരും നിങ്ങളുടെ ലൈഫിൽ. മനസ്സിലായി? അല്ലാതെ പല വീഡിയോ കണ്ടു എന്നും അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ ഒന്നും കിട്ടില്ല. പല കാര്യങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് മിറക്കിൾസ് സംഭവിക്കും തീർച്ചയായിട്ടും. അങ്ങനെ മിറക്കിൾസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിശയങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. പല കാര്യങ്ങളിൽ നിങ്ങൾ ഓർത്തിരിക്കാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ചില മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കില്ല. എന്താ, ഹാപ്പിനെസ്, പിരിഞ്ഞു പോയവർ കൂട്ടുകാർ വരുന്നുണ്ട്, ഉറ്റ സുഹൃത്തുക്കൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ലവേഴ്സ് ആവാം, മറ്റ് കപ്പിൾസ് ആവാം. പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് സന്തോഷകരമായി തിരികെ വരുന്നുണ്ട്. സന്തോഷകരമായൊരു ലൈഫിലേക്ക് വീണ്ടും മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുവഴി പോകാൻ സാധിക്കുന്നു. പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താണ്, മനസ്സ് നിങ്ങളുടെ ശുദ്ധിയാവുന്നു. ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫുൾഫിൽമെൻറ്റ് കണ്ടില്ലേ, നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കാരം വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട്. ശ്രമിക്കണം, വെറുതെ ലഭിക്കില്ല. കണ്ടില്ലേ, ഒരു ചെടി നട്ടു, അതുകൊണ്ട് അന്നത്തെ ദിവസം മാത്രം അതിന് വെള്ളം ഒഴിച്ചു, പിന്നെ നോക്കിയതേ ഇല്ല. വരുമോ, വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടില്ല. പക്ഷേ അതിന് ഫ്രൂട്ട് ഉണ്ടാകുന്നത് വരെ ക്ഷമയോടുകൂടി അതിനെ പരിപാലിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ആ ഫ്രൂട്ട് എടുക്കാൻ സാധിക്കൂ. എന്ന് പറയുന്നത് പോലെ ഫ്രൂട്ട് ഫുള്ളാവണമെങ്കിൽ എന്താണ് വേണ്ടത്? കുറേ കഠിനാധ്വാനം ചെയ്യണം, ഒരു ലക്ഷ്യമുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പം ചെയ്യേണ്ടതായ പല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ന്യൂ ബിഗിനിങ്സ്, അതുവഴി നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്, ഡിലൈറ്റ് വരുന്നുണ്ട്, ആനന്ദത്തിലേക്ക് പോകാൻ, സന്തോഷത്തിലേക്ക്, മതിമറന്ന് സന്തോഷം അനുഭവിക്കാനുള്ള അവസ്ഥ വരുന്നുണ്ട്. പുതിയ പുതിയ തുടക്കങ്ങളിലേക്ക്, പുതിയ ആരംഭത്തിലേക്ക്, ലൈഫ് ഒരു പുതിയ ആരംഭത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് കൃഷ്ണാസ് ഒറക്കിൾസ് നോക്കാം. കൃഷ്ണൻ്റെ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. കണ്ടില്ല, നിങ്ങളിലേക്ക് നിങ്ങളുടെ വഴി ഒരു സഹായം വരുന്നുണ്ട്. യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ്. ഡു നോട്ട് വറി, യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ്. നിങ്ങൾ വിഷമിക്കേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും വിഷമിക്കേണ്ടതായി വരില്ല. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. നിങ്ങൾക്ക് ഡിവൈൻ ഹെൽപ്പ് തന്നെ ലഭിക്കാനുള്ള വഴി തുറന്നിരിക്കുന്നു. അത് തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇവിടെ സെലക്ഷനാണ്. വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി. ചൂസ് വൈസ്ലി. എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്യുക അതെന്താണ്, നിങ്ങളുടെ വിധിയാണ്. നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ വിധി അനുസരിച്ചാണ്. മനസ്സിലായി? നിങ്ങളുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കണമെന്ന്. പക്ഷേ അതിനെ ഒന്ന് മാറ്റിമറിക്കണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് വിധി അനുസരിച്ചുള്ള കാര്യങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക. അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇവിടെ ബിലീഫ്, വിശ്വാസം അത്യാവശ്യമാണ്. കണ്ടില്ലേ, ഇവിടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്, ഹാവ് ഫേം ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ആക്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഉറച്ച വിശ്വാസം വേണം ദൈവത്തിൽ. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ദൈവത്തിലൊരു വിശ്വാസവും പ്രവർത്തിക്കും. താൻ പാതി ദൈവം പാതി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ. നിങ്ങൾ പ്രവർത്തിക്കൂ, ദൈവം ഫലം തരും. അതാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. വിശ്വാസമില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചിലർക്ക് ലഭിച്ചേക്കാം, ചിലരുടെ സമയം നല്ലതാണെങ്കിൽ. അല്ല, വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. ഹി വിൽ ഹെൽപ്പ് യു ആൻഡ് ആൾ യുവർ പെയിൻസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് വിൽ ഗോ ആക്ട് നൗ. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും
ഒഴിഞ്ഞു മാറുന്നതാണ്. ഇപ്പോൾ തന്നെ പ്രവൃത്തി തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ്. ഇവിടെ പറയുന്നത് എന്താണ്? വെൻ ഇൻ ട്രബിൾ ആസ്ക് ഫോർ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കേണ്ട. ദൈവത്തോടൊരു ഹെൽപ്പ് ചോദിക്കാം നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? ദ നെസസറി ഹെൽപ്പ് വിൽ കം ടു യു. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഹെൽപ്പ് നിങ്ങളിലേക്ക് വരും. അപ്പോൾ ദൈവത്തെ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് അറിഞ്ഞു തന്നെ ദൈവം നിങ്ങളിലേക്ക് തരും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യം ഇല്ല. എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷമായിട്ടിരിക്കൂ. എല്ലാവരും പോസിറ്റീവായി തിങ്ക് ചെയ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.